ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ സജീവമാക്കി ഇടതുമുന്നണി. റബ്ബർ സബ്സിഡി ഉയർത്തിയും ക്ഷേമ പെൻഷൻ 2 ഗഡു നൽകാനും ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളും സജീവമാക്കിയാണ് സർക്കാർ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സംസ്ഥാനത്തെ റബ്ബർ ഉൽപാദന ബോണസ് 180 രൂപയാക്കി ഉയർത്തി ഉത്തരവിറക്കിയതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. റബ്ബർ സബ്സിഡി ഉയർത്തുമെന്ന് ഇത്തവണ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. സ്വാഭാവിക റബ്ബറിന് വില ഇടിഞ്ഞ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ റബ്ബർ ഉൽപാദന ഇൻസെന്റീവ് പദ്ധതി നടപ്പിലാക്കിയത്. വിപണി വിലയിൽ കുറവ് വരുന്ന തുക സർക്കാർ സബ്സിഡിയായി അനുവദിക്കുന്നു. 2021 ഏപ്രിലിൽ 1 കിലോഗ്രാം സ്വാഭാവിക റബ്ബറിന് 170 രൂപ വില ഉറപ്പാക്കുന്ന നിലയിൽ സബ്സിഡി തുക ഉയർത്തിയിരുന്നു. 2024 ഏപ്രിൽ 1 മുതൽ കിലോഗ്രാമിന് 180 രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. അത് നടപ്പിലാക്കിയാണ് സർക്കാർ ഉത്തരവിറക്കിയത്. അന്തർദേശീയ വിപണിയിൽ വില ഉയരുമ്പോഴും രാജ്യത്ത് റബ്ബർ വില തകർച്ചയ്ക്ക് കാരണമാകുന്ന നയസമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഈ സാഹചര്യത്തിലും എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും മാറ്റിവെച്ച് റബ്ബർ കർഷകരെ പരമാവധി സഹായിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്ക് ഉൽപാദന ബോണസായി 24.48 കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചു. ഇതോടെ റബ്ബർ ബോർഡ് അംഗീകരിച്ച പട്ടികയിലുള്ള മുഴുവൻ പേർക്കും സബ്സിഡി ബാങ്ക് അക്കൗണ്ടിലെത്തും. 1.5 ലക്ഷത്തിലേറെ ചെറുകിട നാമമാത്ര റബ്ബർ കർഷകർക്കാണ് ആനുകൂല്യം ലഭിക്കുക. റബ്ബർ ബോർഡ് അംഗീകരിക്കുന്ന കർഷകരുടെ പട്ടിക അനുസരിച്ചാണ് സംസ്ഥാന സർക്കാരിന്റെ സബ്സിഡി നൽകുന്നത്. ഈ വർഷം റബ്ബർ ബോർഡ് അംഗീകരിച്ച മുഴുവൻ പേർക്കും സബ്സിഡി ലഭ്യമാക്കിയെന്നും ധനകാര്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നേരത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ 2 ഗഡു കൂടി വിഷുവിന് മുമ്പ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. 3200 രൂപ വീതമാണ് ലഭിക്കുക. തുക വിതരണത്തിലാണ്. അതേസമയം വിഷു, ഈസ്റ്റർ, റംസാൻ കാലത്ത് 4800 രൂപ വീതമാണ് ഓരോരുത്തരുടെയും കൈകളിലെത്തുക. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും വീട്ടിലും പെൻഷൻ എത്തിക്കും. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക കിട്ടും. തുടർന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ അതാത് മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ 2 ഗഡു കൂടി വിഷുവിന് മുമ്പ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 3200 രൂപ വീതമാണ് ഇതോടെ പെൻഷൻ വാങ്ങുന്നവർക്ക് ലഭിക്കുക. നേരത്തെ 1 മാസത്തെ ഗഡു ഇന്നു മുതൽ വിതരണം ആരംഭിക്കുമെന്ന് ധനവകുപ്പ് അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ അടുത്തടുത്ത ദിവസങ്ങളിലായി ആകെ 4800 രൂപ പെൻഷൻ ലഭിക്കും. നിലവിൽ 1 ഗഡു തുക വിതരണത്തിലാണ്. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും. റബ്ബർ ബോർഡ് അംഗീകരിക്കുന്ന കർഷകരുടെ പട്ടിക അനുസരിച്ചാണ് സംസ്ഥാന സർക്കാരിന്റെ സബ്സിഡി നൽകുന്നത്. ഈ വർഷം റബ്ബർ ബോർഡ് അംഗീകരിച്ച മുഴുവൻ പേർക്കും സബ്സിഡി ലഭ്യമാക്കിയെന്നും ധനകാര്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു.